സംസ്ഥാനത്തെ ലഹരി മയക്കുമരുന്ന് മാഫിയയുടെ വേരറുക്കാൻ സർക്കാർ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാക്കോ ഫണ്ട് ഒന്നാം ഘട്ടം പൂർത്തിയാകുമ്പോൾ കേരളം ഒരു കാര്യം ചർച്ച ചെയ്യുകയാണ്. കോഴിക്കോട് കമ്മീഷണർ രാധാകൃഷ്ണൻ ഷൌക്കത്തലിയുടെ ആ അടിയറവില്ലാത്ത പോലീസ് വീര്യം. കൺഫേർഡ് IPSകാരൻ മാത്രമാണെന്ന് പറഞ്ഞ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഇകഴ്ത്തിക്കാട്ടാൻ നോക്കിയ ഷൌക്കത്തലിയെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തന്നെയാണ് രമേശ് ചെന്നിത്തല കോഴിക്കോട്ടേക്ക് നിയോഗിച്ചതെന്ന് അടിവരയിടുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന കണക്കുകൾ. ചെന്നിത്തലയുടെ ആ നീക്കം വെറുതെയായില്ലെന്ന് തെളിയിച്ചുകൊണ്ട് ഓപ്പറേഷൻ തൂഫാനിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടലും അറസ്റ്റും നടന്നത് ഷൌക്കത്തലിയുടെ തട്ടകമായ കോഴിക്കോട് ജില്ലയിലാണ്. ജൂൺ 2 മുതൽ ഈ മാസം 2 വരെയുള്ള ഒരു മാസത്തെ കണക്കുകൾ പുറത്തുവരുമ്പോൾ കോഴിക്കോട് സിറ്റിയും റൂറലും ലഹരി മാഫിയയ്ക്ക് മുകളിൽ കരിനിഴലായി വീണുകഴിഞ്ഞു. സംസ്ഥാനത്തെ 20 പോലീസ് ജില്ലകളിൽ നിന്നുമായി ആയിരക്കണക്കിന് പേർ വലയിലായപ്പോൾ സിംഹഭാഗവും കുടുങ്ങിയത് കോഴിക്കോട്ടാണ്. കേവലം ഒരു മാസത്തിനിടെ കോഴിക്കോട് ജില്ലയിൽ മാത്രം ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത് 833 പേരാണ്. ഇതിൽ കമ്മീഷണർ ഷൌക്കത്തലിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള കോഴിക്കോട് സിറ്റിയിൽ മാത്രം 565 മയക്കുമരുന്നു കേസുകളിലായി 576 പേരെയാണ് പോലീസ് പൊക്കിയത്. കോഴിക്കോട് റൂറലിൽ 247 കേസുകളിലായി 257 പേരും വലയിലായി. കൺഫേർഡ് IPSകാരനാണെങ്കിലും ഫീൽഡിൽ ഇറങ്ങിയാൽ ക്രിമിനലുകളുടെ നെഞ്ചെടുപ്പ് കൂട്ടുന്ന ഷൌക്കത്തലി ശൈലി തന്നെയാണ് കോഴിക്കോട്ടെ ഈ വൻ വിജയത്തിന് പിന്നിലെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലെ സംസാരം. ചെന്നിത്തലയുടെ വിശ്വസ്തനായ ഈ ഉദ്യോഗസ്ഥൻ കോഴിക്കോട് കസേരയിലെത്തിയതോടെ ജില്ലയിലെ ലഹരി ശൃംഖലകളുടെ കച്ചവടമാണ് പൂട്ടിയത്. അറസ്റ്റിൽ 2ാം സ്ഥാനം എറണാകുളം പോലീസ് ജില്ലയ്ക്കാണ്. കൊച്ചി സിറ്റിയിൽ നിന്ന് 543 പേരും എറണാകുളം റൂറലിൽ നിന്ന് 230 പേരുമടക്കം 773 പേരാണ് ഇവിടെ പിടിയിലായത്. 3ാം സ്ഥാനത്തുള്ള മലപ്പുറത്ത് നിന്ന് 586 പേരും ലഹരിവേട്ടയിൽ കുടുങ്ങിയിട്ടുണ്ട്. സംസ്ഥാനത്തെ മറ്റ് പ്രമുഖ നഗരങ്ങളിലെ കണക്കുകൾ പരിശോധിച്ചാൽ തിരുവനന്തപുരം സിറ്റിയിൽ 214 പേരും കൊല്ലം സിറ്റിയിൽ 341 പേരും തൃശൂർ സിറ്റിയിൽ 227 പേരും അറസ്റ്റിലായപ്പോഴാണ് കോഴിക്കോട് സിറ്റിയിൽ മാത്രം ഷൌക്കത്തലിയുടെ പോലീസ് 576 പേരെ അകത്താക്കിയത്. ആഭ്യന്തര വകുപ്പ് ലഹരിക്കെതിരെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോഴും അതിനെ കൃത്യമായ റിസൾട്ടിലേക്ക് എത്തിക്കാൻ ഷൌക്കത്തലിയെ പോലെയുള്ള ഒരു തന്റേടിയായ ഉദ്യോഗസ്ഥന് സാധിച്ചു എന്നത് ചെന്നിത്തലയുടെ രാഷ്ട്രീയ ദീർഘവീക്ഷണത്തിന് കിട്ടിയ അംഗീകാരമാണ്. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ മയക്കുമരുന്ന് മാഫിയയുടെ ഗോഡ്ഫാദർമാർ ആരായാലും അവരെ പിടികൂടാൻ ഷൌക്കത്തലിക്ക് കഴിഞ്ഞത് വരും ദിവസങ്ങളിൽ കോഴിക്കോട്ടെ ക്രമസമാധാന നിലയിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്നുറപ്പാണ്. ഓപ്പറേഷൻ തൂഫാൻ വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് കമ്മീഷണറുടെ തീരുമാനം.